ഈ വലിയ തിരക്കിനിടയിലും ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയ ഭക്തരുണ്ടല്ലോ, അവർക്ക് പറയാനുള്ളത് എന്തായിരിക്കും? ഈ ജനം ടി വി ക്യാമറയോടും സംഘത്തോടും ഒക്കെ അവർ പറഞ്ഞതും ദുരിതകഥകൾ തന്നെയാണ്. ഇത്രയധികം ദുരിതം അയ്യനെ കാണാൻ എത്തുമ്പോൾ ആദ്യമായിട്ട് എന്ന് പറഞ്ഞവർ പോലുമുണ്ട്. ഈ തിരികെ വീടുകളിലേക്ക് മടങ്ങാനായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചില ഭക്തരെ ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ഗോപാൽ കണ്ടുമുട്ടിയിരുന്നു. അവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേട്ടുവരാം. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഓരോ അയ്യപ്പന്മാരും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രയാസങ്ങളാണ് ഇത്തവണത്തെ ശബരിമല ദർശനത്തിന് പോകുമ്പോൾ അനുഭവിച്ചത് എന്നതാണ് പറയുന്നത്. അത് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ആ സമയവും അവിടെ സന്നിധാനത്തെത്തി ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴുമെല്ലാം ഒരേപോലെ പ്രയാസം. മണിക്കൂറുകൾ നീണ്ട ക്യൂവ്, അതിലുപരി ഇതിനിടയിൽ ഒരു കുടിവെള്ളമോ ഒന്നും തന്നെ കിട്ടുന്നില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സംവിധാനമില്ല. കൊച്ചു കുട്ടികളടക്കം ഉള്ളവരുമായി പോയവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ പമ്പയിൽ മുതൽ ഈ നിലയ്ക്കലും പമ്പ മുതൽ തന്നെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്നു. ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത ബുദ്ധിമുട്ടാണ്. അത് പോലീസുകാരുടെ സമീപനങ്ങളിലായാലും എല്ലാം ആ ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അവരോട് തന്നെ ചോദിക്കുക, എത്രത്തോളം പ്രയാസകരമായിരുന്നു ഈ പ്രാവശ്യത്തെ ശബരിമല ദർശനം? சாமி சரணம், சுவாமியே சரணம் ஐயப்பா. நாங்கள் ஆந்திராவிலேருந்து வந்திருக்கோம். நாங்கள் தமிழில் பேசுகிறோம். நான் ஆந்திராவில் தான் வந்திருக்கேன். நாங்கள் 17 வந்திருக்கோம். 18ஆம் எங்களுக்கு தரிசனம் ஆயிடுச்சு. எங்களுக்கு கூட்டம் ஜாஸ்தியாக இருந்தது. எங்களுக்கு லைனுமே ஒன்றுமே சௌகரியம் கிடையாது. நாங்கள்லாம் தண்ணி கிடையாது, பாத்ரூம் கிடையாது, ஃபுட்டு கிடையாது. ஒரு பியூர் கம்பார்ட்மெண்ட்டை அனுப்புனா ஒரு 200 பேர் 300 பேர் ஒரே கம்பார்ட்மெண்ட்டில் அனுப்பிட்டு அப்படியே கூப்பிட்டு வரல. ஃபேன் கிடையாது, உட்காந்துக்கு சீட்டு கிடையாது. அப்படி இருந்தாலும் அப்படி போட்டு மேலே போயிட்டு 18 படி பிடிக்கணும்னு சொன்னா கூட அங்கே கூட 100 பேர் அனுப்பிச்சிட்டு அங்கே கூழ் கொடுத்துட்டு எல்லாமே பிரச்சனை ஆகிடுச்சு. போனவன போலீஸ் பிரச்சனை கிடையாது. போலீஸ் ஒன்றுமே பார்த்துக்குவாங்க, கேமரா பார்த்துட்டு லைவ் பார்த்துட்டு போன சொன்னாங்கன்னா என்ன பிரச்சனை என்னன்னு பார்க்கவே மாட்டல. போலீஸ் சௌகரியம் இல்லை, அங்கே கவர்மெண்ட் கரெக்டாக இல்லை. நமக்கு இன்னுமே பிரச்சனை இல்லை. இந்த மாதிரி தரிசனம் நாங்கள் எப்போ பார்க்கல. சாமி இங்கே வரவங்க நாங்கள் சாமி பார்க்கறது கூட கொஞ்சம் நேரம் கூட கொடுக்கல. கூட்டி அப்படியே வந்துட்டே வருவாங்க. நான் சாமி கூட சரியாக பார்க்கல, ஒரு செகண்டுமா இல்லை சாமி கூட நான் பார்க்கல. இன்னைக்கு இந்த மாதிரி தரிசனம் நான் எப்பவே பார்க்கவே இல்லை. ఇది ప్రశ్న మారిచి ఎప్పుడు చూడలే ఇలాంటి దర్శనం. ఎప్పుడు ఇంతవరకు అలా నేను వచ్చి 12 సంవత్సరాలు అవుతా ఉంటే 12 ఇదే ఫస్ట్ టైం చూడడం. నేను ఇంతవరకు ఇక్కడికి రాకూడదు అనిపించేస్తుంది. ఒకేసారి కేరళకి రాకూడదు అనిపించేస్తుంది. అలా ఉంది దర్శనం అక్కడ. ఇంతవరకు ఎప్పుడు నేను చూడలేదు. దయచేసి దేవస్థానం చెప్తున్నాం, దయచేసి మార్పించండి. ఆంధ్ర ఫెసిలిటీ ಇಲ್ಲ ಸ್ವಾಮಿ. ಸಪ್ರೇಟ್ ఇది ఏంది, చిల్డ్రన్స్ ఏజ్డ్ സപ്പറേറ്റ് ലൈൻ ഇതിൻ്റെ ഫുഡ് ഫെസിലിറ്റി ഇല്ല. ഇതന്നെയാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. അവർക്ക് ഈ മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ നിൽക്കുമ്പോൾ അല്പം കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു സഹകരണവുമില്ല. ശൗചാലയങ്ങളില്ല. ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും താണ്ടി അവിടെ എത്തിയാൽ അയ്യപ്പനെ ഒന്ന് ദർശിക്കാനുള്ള അവസരം അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. പോലീസ് അതിവേഗം തന്നെ തള്ളി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തീർത്തും നിരാശയോടെയാണ് ഇത്തവണത്തെ ശബരിമല ദർശനം കഴിഞ്ഞ് ഇതര സംസ്ഥാന ആന്ധ്രയിൽ നിന്നും മറ്റും വന്ന ഈ അയ്യപ്പ ഭക്തർ മടങ്ങുന്നത് എന്നത് തന്നെയാണ് നമുക്ക് ദുഃഖത്തോടെ പറയാൻ കഴിയുന്നത്. ഇങ്ങനെ ചൂടുള്ള വാർത്തകളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ വരുമ്പോഴും കൊമൻസൊക്കെ രസകരമായ പ്രതികരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. കണിയാനെ വിളിച്ച് കവടി നിരത്തി തരംതിരിക്കണം, ആളുടെ പാർട്ടി അറിയാനെന്ന് ഒരു പ്രതികരണം എത്തിയിട്ടുണ്ട്. സത്യമില്ലാതില്ല. എന്തൊക്കെയാണാവോ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് എന്നും ചോദിച്ചു പോവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അങ്ങനത്തെ വാർത്തകൾ തന്നെയാണ് ലഭിക്കുന്നത്.